തെരഞ്ഞെടുപ്പ് ഫലം പുറത്തുവന്നതിന് പിന്നാലെ കണ്ണൂരിൽ വ്യാപക ആക്രമണം. പാനൂർ പാറാട് UDF LDF പ്രവർത്തകർ നടുറോഡിൽ ഏറ്റുമുട്ടി. പയ്യന്നൂരിൽ UDF സ്ഥാനാർത്ഥിയായിരുന്ന INTUC സംസ്ഥാന കമ്മിറ്റി അംഗം PK സുരേഷിന്റെ കാനായിലെ വീടിന് നേരെ ബോംബേറുണ്ടായി. രാമന്തളിയിൽ മഹാത്മാഗാന്ധിയുടെ പ്രതിമ തകർത്തു. കണ്ണൂക്കരയിൽ BJP പ്രവർത്തകന്റെ ഓട്ടോറിക്ഷയും തകർത്തിട്ടുണ്ട്. പലയിടങ്ങളിലും സംഘർഷാവസ്ഥ നിലനിൽക്കുകയാണ്. തെരഞ്ഞെടുപ്പിന്റെ ഫലപ്രഖ്യാപനത്തിന് ശേഷമാണ് പാറാട് UDF LDF പ്രവർത്തകർ നടുറോഡിൽ ഏറ്റുമുട്ടിയത്. സമീപത്തെ ആളുകൾ പേടിച്ച് വീട്ടുമുറ്റത്തേക്ക് ഓടിക്കയറി ഗേറ്റ് അടയ്ക്കുന്നതും ദൃശ്യങ്ങളിൽ കാണാം. CPM പ്രവർത്തകർ വടിവാളെടുത്ത് വീട്ടുകാരെ ഭീഷണിപ്പെടുത്തുകയും കാർ വെട്ടിപ്പൊളിക്കുകയും ചെയ്യുന്നതിന്റെ ദൃശ്യങ്ങളാണ് ആദ്യം പുറത്തു വന്നിരുന്നത്. എന്നാൽ ഇതിനു മുമ്പ് മുസ്ലിം ലീഗ് പ്രവർത്തകർ കല്ലെറിയുന്ന ദൃശ്യങ്ങളും ഇപ്പോൾ പുറത്തു വന്നിരിക്കുകയാണ്. ഇരുകൂട്ടരും നടത്തിയ കല്ലേറിൽ നിരവധി പേർക്ക് പരിക്കേറ്റു. എറിയടാ, പൊട്ടിക്കടാ, ഇത് ബോംബാട്ടോ തുടങ്ങിയ ആക്രോശങ്ങളോടെ അക്രമി സംഘങ്ങൾ ഏറ്റുമുട്ടുന്നതിന്റെയും സ്ഫോടക വസ്തുക്കൾ എറിയുന്നതിന്റെയും ദൃശ്യങ്ങൾ ഭയപ്പെടുത്തുന്നതാണ്. പാനൂർ നഗരസഭയ്ക്ക് തൊട്ടടുത്തുള്ള കുന്നോത്തുപറമ്പ് പഞ്ചായത്തിലെ UDF ജയത്തെ തുടർന്നായിരുന്നു പ്രശ്നങ്ങളുടെ തുടക്കം. LDF ഭരണമുണ്ടായിരുന്ന ഇവിടെ ഇത്തവണ UDF ആണ് ജയിച്ചത്. പാനൂർ നഗരസഭ UDF നിലനിർത്തുകയും ചെയ്തു. UDF പ്രവർത്തകർ പാറാട് ടൗണിൽ നടത്തിയ ആഹ്ലാദ പ്രകടനത്തിന് നേരെയായിരുന്നു ആദ്യ ആക്രമണം. പിന്നീട് പാനൂർ നഗരസഭയിലേക്ക് ജയിച്ച UDFിലെ ശൈലജ മടപ്പുരയുടെ ആഹ്ലാദ പ്രകടനത്തിന് നേരെയും ആക്രമണമുണ്ടായി. ഇവിടെ CPM സീറ്റ് 2 വോട്ടിന്റെ ഭൂരിപക്ഷത്തിനാണ് ശൈലജ പിടിച്ചെടുത്തത്. സംഭവങ്ങളിൽ ഇരുവിഭാഗങ്ങളിലെയും പ്രവർത്തകർക്കെതിരെ കേസെടുത്തിട്ടുണ്ട്. കണ്ണൂക്കരയിൽ BJP പ്രവർത്തകന്റെ ഓട്ടോറിക്ഷ CPMകാർ തകർത്തു. BJP പ്രവർത്തകൻ റോഷിയുടെ ഓട്ടോറിക്ഷയാണ് തകർത്തത്. ആഹ്ലാദ പ്രകടനത്തിനിടെ വാഹനത്തിന് അടുത്തു വെച്ച് പടക്കം പൊട്ടിക്കാൻ ശ്രമിച്ചത് തടഞ്ഞപ്പോൾ റോഷിയെ CPMകാർ മർദ്ദിക്കുകയും ചെയ്തിരുന്നു. ഇയാൾ പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകി. കണ്ണൂർ രാമന്തളിയിൽ മഹാത്മാഗാന്ധിയുടെ പ്രതിമ തകർത്ത സംഭവവുമുണ്ടായി. മഹാത്മാ മന്ദിരത്തിന്റെ മുന്നിൽ സ്ഥാപിച്ചിരുന്ന ഗാന്ധി പ്രതിമയ്ക്ക് നേരെയാണ് രാത്രി അക്രമം നടന്നത്. ന്യൂസ് 18 കണ്ണൂർ.